ജയിൽ ചാടിയ സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയെ തളാപ്പിൽ വെച്ച് പിടികൂടി. കണ്ടത് ജയിലിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ. ഗോവിന്ദച്ചാമിയെ തളാപ്പിൽ കണ്ടതായി നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആളൊഴിഞ്ഞ പരിസരത്ത് നിന്ന് ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നത്. സെല്ലിന്റെ അഴികൾ അഴിച്ചുമാറ്റിയാണ് അയാൾ പുറത്തു കടന്നതും. അതും നമ്മുടെ പ്രതിനിധി രാജേഷ് പറഞ്ഞതുപോലെ ഉപ്പ് ഇട്ടാണ് ദ്രവിപ്പിച്ചാണ് ആ സെല്ല് മുറിച്ചത്. അതിലൂടെയാണ് അയാൾ പുറത്തു കടന്നത്. അത്തരത്തിൽ വളരെയധികം ബുദ്ധിപൂർവം അയാൾ എടുത്ത തീരുമാനത്തിനൊടുവിലാണ് അത്തരത്തിലൊരു സാഹചര്യം അവിടെ ഉണ്ടായതാണ്. അതിനുശേഷമാണ് അയാൾ പുറത്തെത്തിയത്. അതിനുശേഷം 1:15 അയാൾ ജയിൽ ചാടിയത്. കൈവശം ഉണ്ടായിരുന്ന തുണി ഉപയോഗിച്ച് മതിലിന്റെ അടുത്തേക്ക് പോയി പിന്നീട് മതിലിലെ ഫെൻസിങ്ങിന് മുകളിലേക്ക് എറിഞ്ഞു പിടിച്ച് കയറുകയായിരുന്നു. അപ്പോഴും അയാളുടെ ഇത്രയും തുണികൾ അയാൾ സൂക്ഷിച്ചു വെച്ചു ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇതിനു മുന്നേ വലിയ രീതിയിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ആ തുണികളടക്കം സൂക്ഷിച്ചു വെച്ചത്. പോരാതെ അയാളുടെ കയ്യിൽ ചെറിയ ഉപകരണങ്ങളും മറ്റേ ആയുധങ്ങളും അടക്കം ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പരിശോധനകൾ അടക്കം നടക്കുന്നില്ലേ എന്നതാണ് എടുത്തു പറയേണ്ട ഒരു ചോദ്യചിഹ്നം. അത്തരത്തിലാണ് ആ ഇലക്ട്രിക് ഫെൻസിംഗ് തകരാറിലായതിനെ തുടർന്ന് അത്രയും വലിയൊരു 7 മീറ്റർ ഓളം വലുപ്പമുള്ള ആ മതിൽ ചാടി ആണ് അയാൾ ജയിലിൽ നിന്ന് പുറത്തായത്. ഇത്രയും വലിയ രീതിയിലുള്ള അനാസ്ഥയാണ് അവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടന്നതെന്നാണ് എടുത്തു പറയേണ്ടത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോവിന്ദച്ചാമി